വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഞായറാഴ്ചയൊക്കെ ആയിട്ടെ പിന്നെ പരിപാടി എന്നറിയോ? എല്ലാ ഞായറാഴ്ചയും ഒരു പരിപാടി തന്നെയാണ്. തമിഴ്നാട്. അതെന്നാന്നറിയോ? നമുക്ക് ഇവിടുന്ന് പോകാൻ ഏറ്റവും എളുപ്പം അതാണല്ലോ. അതുകൊണ്ടാണ് തമിഴ്നാട് പോകുന്നത്. ഇന്ന് പോകുന്നത് എന്നാന്ന് വെച്ചാല് ഇന്ന് കുറേ സംഭവങ്ങൾ നമുക്ക് പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ അല്ലെങ്കിൽ നമ്മൾ രാവിലെ എങ്ങോട്ടെങ്കിലും പോയാനായിരുന്നു. ഇപ്പൊ പോകാൻ സമയം കിട്ടാഞ്ഞത് കൊണ്ട് എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മളിവിടെ ഇരുന്നപ്പോൾ അച്ഛ പറഞ്ഞു ഉച്ചയ്ക്ക് എന്തിനോ കമ്പത്തിന് പോകണം, വരുന്നുണ്ടെങ്കിൽ പോരേന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞങ്ങളെല്ലാം റെഡിയായി. എന്നു വെച്ചാൽ കഴിഞ്ഞ ആഴ്ച ചന്തയിൽ പോകാൻ പറ്റിയില്ല, അതുകൊണ്ട് സാധനങ്ങളെല്ലാം തീർന്നായിരുന്നു. അപ്പോൾ ഇന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ കൂടല്ലൂർ മാർക്കറ്റ് ഞായറാഴ്ചയാണ്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കറങ്ങി അടിച്ച് തിരിച്ചു വരാം. അപ്പം ഞായറാഴ്ചത്തെ കറക്കവും ആകും, സാധനങ്ങൾ വാങ്ങിക്കുക. രണ്ടുപേർക്കും ഒരു സന്തോഷമില്ല. അടുത്ത ആഴ്ച വൈകിക്ക് പോവാം. അടുത്ത ആഴ്ച ബാക്കിംഗ് ഉണ്ടെങ്കിൽ ഇല്ല, അടുത്ത ആഴ്ച കോട്ടയം പോകണല്ലേ? അത് അടുത്ത ആഴ്ചയല്ല, 2-ാം തീയതി. ഇനിയുണ്ട് അതിന് 2 ആഴ്ച കൂടെ ഇല്ലേ? അപ്പൊ കമ്പത്തിനാ പോകേണ്ടത്. അത് അല്ലെങ്കിലും കത്തും. അവരുടെ ഏറ്റവും വലിയ ആഘോഷമാ. ഒന്ന് കണ്ടോണ്ട് നിറയെ ദീപമൊക്കെ കത്തിച്ച് അടിപൊളിയാ. മറ്റേ കമ്പത്തിന് പോകുന്ന വഴിയിൽ നിന്ന പടക്കം പൊട്ടിക്കണ നമ്മളെ നാളെ കണ്ടതല്ലേ? കാണാം. ഫുള്ള് ലൈറ്റില് മുങ്ങി കുളിച്ച് പടക്കമൊക്കെ പൊട്ടിച്ച് നല്ല രസമായിരിക്കും. പക്ഷെ നമുക്ക് വേറെ എവിടെയെല്ലാം പോവാം. നമുക്ക് വൈകിക്ക് പോവാം. അപ്പൊ തിരിച്ചു വരുന്ന വഴി കമ്പത്തൂടെയാണല്ലോ വരുന്നത്. അവിടുത്തെ ആഘോഷം കാണാമല്ലോ. കുഴപ്പമില്ലായിരിക്കണം. അങ്ങനെ നോക്കാം. കുഞ്ഞ് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ കമ്പം യാത്ര? അതെ അല്ലേ? കമ്പം അടിപൊളിയല്ലായിരുന്നോ? കമ്പം ചെന്ന് കൂടല്ലൂരൊക്കെ പോയി മാർക്കറ്റിലൊക്കെ പോയി നല്ല വീഡിയോ ഒക്കെ എടുക്കാന്ന് പറഞ്ഞ് പോയതാ. അതിനെ പറ്റി നോക്കാഞ്ഞേ? ആണോ? പെട്ടെന്ന് തിരിച്ചു വരേണ്ടി വന്നു, അതുകൊണ്ട് ഒന്നും നടന്നില്ല. കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട്, അപ്പൊ പെട്ടെന്ന് തിരിച്ചു പോരാൻ പറഞ്ഞു. നിനക്ക് റൈസും ചിക്കനും തന്നാ പോരെ? ഇതാ നല്ല അടിപൊളി കപ്പ വേവിച്ചതും ഉണ്ട്, അതിനകത്ത് ചിക്കൻ കറിയും വേകുന്നുണ്ട്. നിനക്ക് വേണമെങ്കിൽ റൈസ് വേവിച്ചത് തരാം കേട്ടോ. ചെറുതായിട്ടൊന്ന് ചിക്കൻ കറി വേഗം നോക്കി. നല്ല സൂപ്പർ ചിക്കൻ കറി കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ ചിക്കനെ പ്രത്യേകിച്ച് പേര് വല്ലതും ഇട്ടിട്ടുണ്ടോ? അമ്മ ചിക്കനോ? ഏതാ? കുഞ്ഞിക്കോഴി. കറിയെല്ലാം എന്തെങ്കിലും നമുക്ക് ഇതിനകത്തോട്ട് ഇച്ചിരി. മഴയാണോ? മഴ പെയ്യുന്നുണ്ട്. അതങ്ങനെ ഇടയ്ക്ക് വന്ന് ഇങ്ങനെ അങ്ങ് വരും, പിന്നെ അങ്ങ് പോകും. കറി സൂപ്പർ കേട്ടോ. കറിക്കകത്ത് നമുക്ക് ശകലം തേങ്ങാപ്പാലും കൂടി ചേർക്കാം. അപ്പൊ നമ്മുടെ കറി അടിപൊളിയാവും. തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ തേങ്ങാപ്പാലേ കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റൂ വെക്കാനായിട്ട് എടുത്തിട്ട് അല്ല, ഐസ്ക്രീം പോലെ ആയിരിക്കുന്നത്. അതെന്നാന്നറിയോ? കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റൂ വെക്കാനായിട്ട് എടുത്ത പാലായത്. കുറച്ച് ഞാൻ വെച്ചിരുന്നു, അത് ഐസ്ക്രീം പോലെ ആയിപ്പോയി. ഓക്കെ. അപ്പോൾ അതിപ്പം അതിനകത്ത് കിടന്നാല് മെൽറ്റ് ആയിക്കോളൂ അല്ലേ? ഇതിപ്പോ കറി അങ്ങ് കുറവും. കട്ടപ്പനയിൽ നിന്ന് പ്രിയയുടെ വീട്ടിൽ നിന്ന് അച്ചാച്ചനും അമ്മയും പിള്ളേരും എല്ലാം കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ കമ്പം പ്രോഗ്രാമൊക്കെ പെട്ടെന്ന് തന്നെ തീർത്ത് നമ്മളും തിരിച്ച് വീട്ടിൽ വന്നു. നമ്മൾ വന്നവർ ഫുഡും എല്ലാം കഴിച്ച് അവരന്നേരെ തിരിച്ചും പോയി. നമ്മൾ കമ്പം പോയിട്ട് വന്നപ്പോഴേ മുട്ട വാങ്ങിച്ചായിരുന്നു. അവിടെ 5 രൂപ 40 പൈസ മുട്ടയ്ക്ക്. കുറെ വാങ്ങിച്ചല്ലോ കൊണ്ട് കോപ്പിക്കുള്ളതേ. അതെ, നീ ജിമ്മിൽ പോയിട്ട് മറ്റേ വെയിറ്റ് എടുത്തിരുന്ന പോലെ ഇതെടുത്തിട്ടുണ്ട്. അവന് നിനക്കുള്ള മുട്ടയായതുകൊണ്ട് നീ തന്നെ അടുക്കി പെറുക്കി വെച്ചോ കേട്ടോ. കുഞ്ഞി ഉന്നം വെച്ച് നിപ്പുണ്ട്. അന്നദാനം അല്ലല്ലോ, ഇത് മുട്ടദാനമല്ലേ. അവരെല്ലാം കൂടെ പോയപ്പം വീടങ്ങ് ഉറങ്ങിയ പോലെ അല്ലേ? ആരെങ്കിലും വന്നിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരനക്കമില്ലേ. എന്നാ ബഹളമായിരുന്നു. ഇതെന്നാ ചെയ്യത്തക്കല പച്ച? അത് കുറച്ച് ഉപ്പേരി ഉണ്ടാക്കാനുണ്ട്, കുറച്ച് ശർക്കര വരട്ടി ഉണ്ടാക്കാനുണ്ട്. അതിനെല്ലാം കൂടെ റെഡിയാക്കി കൊണ്ടു. വേണ്ട, നമ്മുടെ കുരുമുളക് എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 250 ഗ്രാം,
പിന്നെ 500 ഗ്രാമിൻ്റെത് വേറെ ഒരു ചാക്കിൻ്റെ അകത്ത് കുറേ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ 1/2 കിലോ 1/4 കിലോ ഏലക്കായും പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം കുറേ ഉണ്ടെല്ലാം. അപ്പം ആവശ്യമുള്ളവർ ഓർഡർ ചെയ്തോളൂ. അപ്പം നമ്മൾ ഇന്ന് നല്ല വീഡിയോ ഒക്കെ എടുക്കണമെന്ന് ഓർത്തുകൊണ്ട് നമ്മൾ ഗൂഡല്ലൂർ മാർക്കറ്റും എല്ലാം എടുക്കണമെന്ന് ഓർത്തുകൊണ്ട് നമ്മൾ കമ്പത്തിന് പോയതാണ്. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്കും നമ്മൾ ഗസ്റ്റ് വന്നു. അതുകൊണ്ട് നമുക്ക് തിരിച്ചു വരേണ്ടി വന്നു. അതുകൊണ്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മുടെ കയ്യിൽ ഇപ്പം ഏലക്കായും കുരുമുളകും ഉള്ളൂ. ചമ്മന്തിപ്പൊടി, ശർക്കര വരട്ടി, ഉപ്പേരി ഇതെല്ലാം ഇനി നമുക്ക് നാളെ ഉണ്ടാക്കണം. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.